അദ്ദേഹം തൻ്റെ സ്കൂളിൽ ദിവംഗതനായി ഇന്നേക്ക് 1 വർഷം 3 ദിവസം കഴിഞ്ഞു. സംസ്ഥാനത്തിൽ അതേപോലെ തന്നെ പൈതൃകങ്ങളും നിർമ്മിച്ചു വെച്ചിട്ടുള്ള ചില കെട്ടുകളെ സ്വയമേവ തകർന്നു വിടുകയാണ്. ഈ സംസ്കൃത സർവകലാശാല ജനസമക്ഷത എത്തിക്കാൻ നമ്മളെല്ലാവരും ഗോപാലകൃഷ്ണൻ സാറിന്റെ ആത്മീയതയുടെ സൈസ് അത് അദ്ദേഹം ബഹുമുഖ പ്രതിഭയാണെന്ന് ഞങ്ങൾ പറയുന്നത്. അപ്പൊ നമ്മുടെ സ്വാമി ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ എന്നുള്ള പേരിന്റെ എൻ എന്ന് പറയുന്ന അക്ഷരം അദ്ദേഹത്തിന്റെ പൈതൃകത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹം ഈശ്വൽ ആണ്. പക്ഷെ തന്റെ കർമ്മപഥത്തിലൂടെ അദ്ദേഹം മലയാളിയുടെ മനസ്സിലേക്ക് എന്നുള്ളതിനെ ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ എന്റെ എന്ന അർത്ഥം വരുന്ന എൻ ഗോപാലകൃഷ്ണൻ എന്ന തരത്തിലേക്ക് വളർത്തിയെടുത്തു എന്നുള്ളതാണ്. ഗോപാലകൃഷ്ണൻ സാറിനെ കുറിച്ച് ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഡോക്ടർ ഗോപാലകൃഷ്ണൻ നമ്മുടെ ഒരു യുഗപുരുഷനായിരുന്നു. അദ്ദേഹം ദിവംഗതനായി ഇന്നേക്ക് 1 വർഷം 3 ദിവസം കഴിഞ്ഞു. ഒരുപക്ഷെ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഒരു ചെറിയ കാര്യം അയാളുടെ ജീവിതത്തിൽ ഞാൻ പറയാനിപ്പോൾ ആഗ്രഹിക്കുകയാണ്. സ്കൂളിൽ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് രാത്രി മുഴുവൻ ജോലി ചെയ്ത് അതിന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടൊക്കെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ആ കാലത്ത് ക്ലാസ്സിൽ ഇരുന്ന് ഉറക്കം തൂങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ടീച്ചർ അദ്ദേഹം പിടിച്ച് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി അദ്ദേഹത്തെ ചീത്ത പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ഇന്നും ഓർക്കുകയാണ്. അപ്പോൾ ഗോപാലകൃഷ്ണൻ സാറ് പറഞ്ഞു, ഞാൻ ഈ പഠിച്ചിട്ട് വളരെ എൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ട് ലോകത്തിൻ്റെ ഈ അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്ത് കൂടെ പോയി തിരിച്ചിവിടെ എത്തും എന്നൊരു വാദം പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നു. കാരണം ഇത് തികച്ചും അദ്ദേഹത്തിൻ്റെ ഒരു പ്രചോദനം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം കൊണ്ടും അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നം കൊണ്ടും അദ്ദേഹത്തിന് സാധിച്ചതാണ്. അതെനിക്ക് മറക്കാൻ കഴിയില്ല. കാരണം ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഏത് കാര്യവും ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഞാനിത് അദ്ദേഹത്തിൻ്റെ നിയോഗം അവിടെ നിന്നും തുടങ്ങുന്നു എന്ന് ഞാൻ ആലോചിക്കുന്നു. പിന്നെ വേറൊരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു നിയോഗം ഉണ്ടാവുമായിരുന്നില്ല. കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2000 റിട്ടയർ ചെയ്തിരിക്കുന്ന കാലത്ത് സ്വാഗതപ്രാസംഗികനായ എൻ്റെ സുഹൃത്ത് ശങ്കരനാരായണൻ സൂചിപ്പിച്ച പോലെ വായില്യാംകുന്ന് ക്ഷേത്രത്തിലെ ഒരു പ്രഭാഷണ വേളയിൽ എന്നെ കാലത്ത് വിളിച്ചിരുന്നു. ഞാൻ പോയി ഒരു അധ്യക്ഷ സ്ഥാനത്ത് അയാൾക്ക് പെട്ടെന്ന് പോകേണ്ടി വന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരിക്കേണ്ടി വന്നു. അങ്ങനെ അന്ന് മുതൽക്ക് എന്തോ ഒരു ആകർഷണീയത അദ്ദേഹത്തോട് എനിക്ക് വന്നു. ഒരു പച്ചയായ മനുഷ്യൻ, ഒരു വെളുത്ത ഷർട്ടും വെളുത്ത മുണ്ടും ധരിച്ചൊരു മനുഷ്യൻ. ഇതിന് 2-3 ഉദാഹരണങ്ങൾ ഇദ്ദേഹത്തെ പറ്റി പറയാനുണ്ട്. ഞാൻ കൂടുതൽ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അവിടെ വെച്ച് തുടങ്ങി. പിന്നെ 1 വർഷത്തിനുള്ളിൽ തന്നെയാണ് പാലക്കാട് ജില്ലയിൽ IAS പ്രസ്ഥാനത്തിന് രൂപവും ഭാവവും നൽകിയ ഡോക്ടർ ശങ്കരനാരായണൻ എന്നോട് ഈ ശാസ്ത്ര 2005 കൺവീനറായി നോക്കുന്നത്. അന്ന് മുതൽക്കാണ് ഞാൻ തുടങ്ങുന്നത്. ഈ
കാരണം വെളുത്ത മുണ്ടും വെളുത്ത ഷർട്ടും പറഞ്ഞതിന് വേറൊരു ഉദാഹരണം കൂടി ഞാൻ ആവർത്തിച്ചുകൊണ്ട് പറയുകയാണ്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. ഇവിടെ പ്രസ് കോൺഫറൻസ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം, ഡോക്ടർ ഗോപാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി പ്രചരണം തുടങ്ങുന്നത് 5 വർഷത്തിന് ശേഷമാണ്. IASന്റെ പ്രവർത്തനം തിരുവനന്തപുരത്ത് ആരംഭിച്ചിട്ടും അദ്ദേഹം പത്രപ്രസ്താവനകളോ ഒന്നും നടത്തിയിരുന്നില്ല. 2005 ശാസ്ത്ര 2005 ഈ പ്രസ് ക്ലബ്ബ് നടത്തി. ഞാൻ ഈ പ്രസ് ക്ലബ്ബിൽ പറഞ്ഞിരുന്നു, ഒരിക്കലും കഴിഞ്ഞാൽ പറഞ്ഞിരുന്നു. അദ്ദേഹം വന്നപ്പോൾ അന്ന് 2 പ്രസ് ക്ലബ്ബുണ്ട് പാലക്കാട്. ഒരു വിഭാഗത്തിൻ്റെ ഒരിതും മറ്റേത് വേറൊന്നും ജഗദീഷ് ബാബുവിൻ്റെ പേരിൽ വേറൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആദ്യത്തെ പത്രപ്രസ്താവന കഴിഞ്ഞ ശേഷം 2ാമത്തെ പ്രസ്താവന പോയ സമയത്ത് ചോദിച്ചു, എൻ്റെ കൂടെ ഞാനും ഇവിടെ ഞാൻ പറഞ്ഞ വെളുത്ത ഷർട്ടം ധരിച്ചൊരു വ്യക്തിയും കൂടി ആ പ്രസ് ക്ലബിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അദ്ദേഹം എവിടെ സന്യാസിയോടെ കായവസ്ത്രം മുറിച്ച സന്യാസിയുടെ ഡോക്ടർ പോകും. ഞാൻ പറഞ്ഞു ഗോപാലകൃഷ്ണൻ സാർ അങ്ങനെയല്ല, സാധാരണക്കാരനാണ്, അദ്ദേഹം ഈ ധരിച്ചിട്ടാണ് വരാറുള്ളത് എന്ന് പറഞ്ഞിട്ടപ്പോൾ അവർക്കെല്ലാം അത്ഭുതമായി അന്നത്തെ കാലത്ത്. കാരണം ഇത് ഞാൻ പറയാൻ കാരണം, അദ്ദേഹം നമ്മുടെ ഭാരതീയ ഇതിഹാസങ്ങൾക്കും പുരാണങ്ങൾക്കുമെല്ലാം ഒരു ഭാഷ്യം രചിച്ചിരുന്നു. സാധാരണക്കാർക്ക് കടിച്ചാൽ പൊട്ടാത്തതും വായിച്ചാൽ മനസ്സിലാകാത്തതുമായ കാര്യങ്ങളെ അതിലളിതമായി ലളിതമായ ഭാഷയിൽ അവതരിപ്പിച്ച പ്രഭാഷണങ്ങൾ നടത്തി എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറയുന്നത്. കാരണം എനിക്ക് നല്ല ഓർമ്മയുണ്ട്, പാലക്കാട്ടിലെ ശങ്കരനാരായണൻ സൂചിപ്പിച്ച പോലെ അമ്പലങ്ങളിൽ നിന്ന് പുറത്ത് എല്ലാ പാലക്കാട്ടെ ചുറ്റുമുള്ള ഗ്രാമപ്രദേശങ്ങളിലും സ്കൂളുകളിലേക്കും അതിന് പുറത്തേക്കും മറ്റേ കോളേജുകളിലേക്കും എല്ലാം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ടുവരാൻ സാധിച്ചത് ഇപ്പോഴും ഓർമ്മയിൽ നിലനിൽക്കുകയാണ്. ഒരു സത്യത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, ഇവിടെ കാണികമാത സ്കൂളിൽ ഒരു പ്രഭാഷണം നടത്താൻ വേണ്ടി അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അവിടെ വന്നപ്പോൾ വളരെ ബുദ്ധിമുട്ടിയാണ് ആ സ്കൂളിലെ ഒരു പ്രഭാഷണത്തിന് കിട്ടിയത്. അന്ന് അതിന് വളരെയധികം കിട്ടി. അന്ന് പോയി പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ആ സിസ്റ്റർമാർക്കെല്ലാം ഒരു പേടിയുണ്ടായിരുന്നു. ഈ പ്രഭാഷണം കഴിഞ്ഞ ഉടനെ ഈ പെൺകുട്ടികളെല്ലാം കൂടി അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഓടി ഗേറ്റ് വരെ വന്നപ്പോൾ അവർ അന്തം വിട്ടു, എന്ത് പറ്റിയത്. അത്രയധികം വിദ്യാർത്ഥികൾക്കിടയിലും സമൂഹത്തിലെ മറ്റു ആൾക്കാർ ഇറങ്ങിച്ചേരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി എന്നെ അടാതെ ആഗ്രഹിച്ച സന്ദർഭങ്ങളായിരുന്നു. ഇത് ഒരുപക്ഷെ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ഒരു യുഗപുരുഷനായി കാണാനേ എനിക്ക് സാധിക്കുള്ളൂ. അദ്ദേഹത്തിന് മാത്രമേ അതിനുള്ള ഇതുള്ളൂ. പിന്നെ ഈ പ്രചരണത്തിൻ്റെ കാര്യം പറഞ്ഞ പാലക്കാടും തുടങ്ങി ഇതിനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആദ്യ കാലഘട്ടത്തിൽ ഈ IASന് വേണ്ടി പ്രചരണം നടത്താൻ വേണ്ടി പാലക്കാട്ടെ ACV, വളരെ ACV, UTV, അതുപോലെ മറ്റേ FCV തുടങ്ങിയ ചെറിയ പ്ലാന്റുകൾ വളരെയധികം സഹായിക്കുന്നു. എടുത്തു പറയുന്ന ഒരു വ്യക്തി മാണിക്കനാണ്. ഞാൻ കൊച്ചിയിൽ 4 വർഷത്തോളം പോയി കമ്മീഷണറായിരിക്കുന്ന സമയത്ത് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ പുറകിൽ തന്നെയാണ് മറ്റേ അവിടെ തിരുപ്പതി ഇന്ദിരാദേവി ക്ഷേത്രം. അതുമായിട്ടാണ് അവർക്ക് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന് പഠിക്കാൻ ഭയങ്കര വാഞ്ചയായിരുന്നു. 4ാം ക്ലാസ് വരെ ഏകദേശമൊക്കെ പഠിച്ചു. 8th സ്റ്റാൻഡേർഡ് ആയപ്പോഴേക്കും പഠനം നന്നായി, നല്ല മോട്ടിവേഷനെല്ലാം കിട്ടിക്കഴിഞ്ഞ് നന്നായി പഠിക്കാൻ പറ്റി. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കോളേജിൽ മഹാരാജ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. പക്ഷെ നമ്മളൊക്കെ മനസ്സിലാക്കണം, ആ സമയത്ത് എന്ന് പറയുകയാണെങ്കിൽ ഹോട്ടൽ ദ്വാരകയിൽ സപ്ലൈവറായിട്ട് അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. ജീവിതം പഠിത്തം എല്ലാം കൊണ്ട് കൊണ്ടുനടത്താൻ വേണ്ടി അങ്ങനെ അദ്ദേഹം MSc കെമിസ്ട്രി പഠിച്ചു. MA സോഷ്യോളജിയിലൊക്കെ പ്രൈവറ്റായിട്ട് പഠിച്ചു. MSc കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് ഒരു പാരലൽ കോളേജിൽ ട്യൂഷൻ എടുത്ത് ആ വരുമാനം കൊണ്ടാണ് കുടുംബവും കാര്യങ്ങളും പ്രവർത്തിക്കുന്നത്. രാത്രി സപ്ലൈവറായി ജോലിക്ക് അദ്ദേഹം പോയിരുന്നു. അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം എന്ന് പറയുകയാണെങ്കിൽ അവിടെ കൊച്ചിൻ കോളേജിൽ അധ്യാപകനായി ജോലിക്കും. അപ്പോൾ അവിടുത്തെ എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് ആളല്ല. നമ്മൾ കുറേ കൂടി ഉയർന്ന ഇതിന് പോകണം എന്ന് പറഞ്ഞ സ്ഥിതി ഹൈദരാബാദിൽ ബയോകെമിസ്ട്രിയിൽ നിന്ന് അദ്ദേഹം ഡോക്ടറേറ്റ് പുറത്തുവരുന്നു. അവിടെ നിന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം പറയും ഒരു ചേരിയിലായിരുന്നു താമസം. ചേരിയിലെന്ന് പറയുകയാണെങ്കിൽ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി കൂടി, ഓപ്പൺ ടോയ്ലറ്റ് ഫെസിലിറ്റി ഒരു സ്ഥലത്തൊക്കെ താമസിക്കുന്നത്. അങ്ങനെ 2 വർഷം കൊണ്ട് 3 വർഷം കൊണ്ട് റിസർച്ച് ചെയ്യുന്ന 2 വർഷം കൊണ്ട് റിസർച്ച് ചെയ്ത റിസർച്ച് പേപ്പർ അദ്ദേഹത്തിന് കൊടുക്കാനായി സാധിച്ചു. അദ്ദേഹം എന്ന് പറയുന്നത് ഡോക്ടറേറ്റായി തിരിച്ചു വന്നു. അദ്ദേഹം CISR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റിസർച്ച് അതിലെന്ന് പറയുന്നത് സയൻറ്റിസ്റ്റായിട്ട് അദ്ദേഹം പ്രവേശിച്ചു. അപ്പോൾ തന്നെ അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ ഈ ജോലിയിലേക്ക് 25 വർഷമായി ഞാൻ ചെയ്യുവാണ്. അത് കഴിഞ്ഞിരിക്കുന്ന പറയുന്നത് ഞാൻ രാഷ്ട്രസേവനത്തിൽ നിന്ന് ഭാരതത്തിലെ സംസ്കാരത്തിൽ
അതേപോലെ തന്നെ പൈതൃകം സംരക്ഷിക്കാനുള്ള പരിപാടികളിലേക്ക് ഞാൻ അദ്ദേഹം തീരുമാനമെടുത്തു. പറഞ്ഞ പോലെ 25 വർഷം കഴിഞ്ഞപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ റിട്ടയർ ചെയ്യും ജോലി ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾ ആലോചിക്കണം, 10-37 കൊല്ലം ഞാൻ ജോലി ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ വേറെ മേഖലയിൽ നിന്ന് ജോലി നടത്താറുണ്ട്. അദ്ദേഹം അതൊക്കെ കൂട്ടി വെച്ചിട്ടെന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ സേവനത്തിനായി മാറ്റുന്നു. പലർക്കും പല നിയോഗം ഉണ്ടാവും ലോകത്തിലെന്ന് പറയുന്നത് എങ്ങനെ ചെയ്യണം അതിനൊഴിച്ച് ആ സംസ്ഥാനത്തിലെ അനുഭൂതിയിലേക്ക് കാണിച്ചു പോകുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ഈ എന്താണ് അഗ്നിജ്വാലകളാണ്. എനിക്ക് അക്ഷരാർത്ഥത്തിൽ എനിക്ക് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രഭാഷണമല്ലോ, ഞാൻ അനുകരിച്ച ആദ്യത്തെ പ്രഭാഷണം, അതാണ് എനിക്ക് ഓർമ്മയുള്ളത്. നമ്മുടെ കൈ ഇങ്ങനെ 2 വശത്തേക്ക് കിടത്തി പിടിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന 180 ഡിഗ്രി സാധ്യമാക്കുന്ന പിന്നിലെ 180 ഡിഗ്രി. ഇന്ന് തൊട്ട് പിന്നിലപ്പോ ആളുകൾ അടുത്ത പ്രഭാഷണത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സംഘാടകർ കാത്തു നിൽക്കുകയാണ്. അടുത്ത പ്രഭാഷണം എന്റെ തൊട്ട് മുന്നിലാവട്ടെ. എന്റെ ആദ്യത്തെ പ്രഭാഷണത്തിൽ തന്നെ ഒരു ആശയങ്ങൾ എനിക്ക് തന്നിട്ടുള്ള ജ്വാലാമുഖിയായിട്ടുള്ള ഗുരുപരമ്പരയുള്ള ആളുകളായിരുന്നു. ഈ ആശയങ്ങൾക്ക് ഒരു കാലത്തിൽ നിന്ന് മറ്റൊരു കാലത്തിലേക്ക് സഞ്ചരിക്കാനുള്ള കേവലം ഒരു ഉപാധി മാത്രമായിട്ടുള്ള അശ്വര നേഹം പോലെ അദ്ദേഹത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ ഞാൻ ഈ സനാതന സത്യത്തിനെ പറ്റി തന്നെ ആലോചിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തെ അവസാനമായി സ്പർശിച്ച ശിഷ്യൻ എന്ന അധികാരം കൂടി എനിക്ക് ഇല്ല എന്നുള്ളത് ഞാൻ ഈ രീതിയിൽ നിങ്ങളോട് പറയുകയാണ്. അദ്ദേഹത്തെ ഇങ്ങനെ ഓർക്കാൻ ഇങ്ങനെയല്ല, അദ്ദേഹത്തെ ഇനിയും വളരെ വിപുലമായി, വളരെ സമുചിതമായി, വളരെ ദീർഘമായിട്ട് ഓർക്കേണ്ടതുണ്ട്. 27-ാം തീയതി തൃപ്പൂണിത്തുറയിലുള്ള അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ സംഘടിപ്പിച്ച അനുഷ്ഠാന യോഗത്തിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. അന്ന് അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ സഹോദരൻ പറഞ്ഞത് അടുത്ത വർഷം മുതൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കോൺഫറൻസായി, കോൺക്ലേവായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്പീക്കർമാർ വന്നിട്ട് വിവിധ വിഷയങ്ങളെ പറ്റി സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതം അർഹിക്കുന്ന രീതിയിൽ ഒരു ശ്രദ്ധാഞ്ജലി, ഒരു വിജ്ഞാനത്തിന്റെ ആഘോഷമായിട്ട് അദ്ദേഹത്തിന്റെ അനുസ്മരണ യോഗങ്ങളെ മാറ്റിയെടുക്കണമെന്നാണ്. അടുത്ത വർഷത്തിൽ അങ്ങനെയുള്ള ഒരു ഇന്റലക്ച്വൽ കോൺക്ലേവിലൂടെ അദ്ദേഹത്തെ അനുസ്മരിക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് സാധിക്കട്ടെ. ഇനിയും വേറെ ആളുകളിലേക്ക്, ഇനിയും വേറെ കാലങ്ങളിലേക്ക് ഡോക്ടർ ഗോപാലകൃഷ്ണൻ പറയുന്ന മനുഷ്യന്റെ ആശയത്തെ പകർന്നു കൊടുക്കാൻ അദ്ദേഹം ബാക്കി വെച്ചുകൊണ്ട് നമുക്ക് സാധിക്കട്ടെ. അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഒഴിഞ്ഞു നിൽക്കുന്ന ഈ വേദിയിൽ അതിന് മേലെ മറ്റൊരു പ്രഭാഷണത്തിൽ ചോദിക്കാനാവുന്ന എനിക്കറിയാം. ഇവിടെ അദ്ദേഹത്തെ അനുസ്മരിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയാണ്, ശ്രാദ്ധം അർപ്പിക്കുകയാണ്. കാരണം അത് നമ്മൾ ഓരോരുത്തരും നമുക്ക് ഈ സമാജത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ഇത്രയും സംഭാവന ചെയ്തുകൊണ്ട് ഗുരുനാഥനോടുള്ള നമ്മുടെ എല്ലാ ഋഷി ഋണമാണത്, ഗുരു ഋണമാണത്. ആ ഋണം വീട്ടാനാണ് നാം എല്ലാവരും കൂടി ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ എന്താ പറയുക, ആത്മാവിന് വിദ്യാഭ്യാസം വരാണെന്ന് ഞാൻ ആരല്ല. അദ്ദേഹമൊക്കെ അതിനേക്കാൾ എത്രയോ മുന്നിലേക്ക് വിഷ്ണുവാത്തിൽ ലയിച്ച സത്യത്തിൽ വന്നിട്ടുള്ള ആത്മാവാണ്. ആ പതാകങ്ങൾ ഈ സംസ്ഥാനത്തെ മത്സരിച്ചുകൊണ്ട് അനുഭവത്തോടുകൂടി നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പൊ അന്നത്തെ സമീപനം 80-കളുടെ ആദ്യത്തിലെ സമീപനം ഇതായിരുന്നു. പ്രഭാഷണം എന്ന് പറഞ്ഞാൽ പരമപുരുഷ. നമ്മുടെ ആളുകളുടെ ഇടയിൽ ആ നിലയിൽ നിന്ന് അതിനെ മാറ്റിയെടുക്കുന്നതിൽ ഗോപാലകൃഷ്ണൻ സാറിന്റെ പ്രഭാഷണങ്ങൾക്ക് വലിയ ഒരു പങ്ക്. ആദരണീയനായ അദ്ദേഹത്തിന്റെ സ്മരണയുടെ മുമ്പിൽ ശ്രദ്ധാഞ്ജലികൾ അർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സാറിനെ ക്ഷണിക്കുകയാണ്. പുരസ്കാരം സ്വീകരിക്കാനായി അഡ്വക്കേറ്റ് ശങ്കുദാസ് അവരെ ക്ഷണിക്കുന്നു. സമജ്വലമായ അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ടപ്പോൾ ഡോക്ടർ ഗോപാലകൃഷ്ണൻ ഒന്നുകൂടി പുനരാവിർഭവിച്ചുവോ എന്ന് തോന്നുന്ന വിധത്തിൽ ധീരവാണികളുകൊണ്ട് സനാതന ധർമ്മ കാരണം നടത്തിയോടുകൂടി പുരസ്കാരം നമുക്ക് അദ്ദേഹത്തിന് സമർപ്പിക്കാം. നന്ദി. അടുത്തതായി അനുഗ്രഹ ഭാഷണമാണ്. അനുഗ്രഹ ഭാഷണം നടത്തുന്നതിനായി പൂജ്യ സ്വാമിജി ദേവാനന്ദപുരി സ്വാമിജി ക്ഷണിക്കുന്നു. ഡോക്ടർ ഗോപാലകൃഷ്ണൻ സ്വാമി സാർത്ഥകമായ അനുസ്മരണ സമ്മേളനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവിന് ഒരു പരമ്പരയുടെ അനുഗ്രഹവും ആ ഒരു കടാക്ഷവും ഉണ്ടാവട്ടെ. ഇത് വീണ്ടും തിരിച്ച് ധർമ്മത്തിന് വേണ്ടി ഒരുപക്ഷെ ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ടാവാം. കാലത്ത് ഓരോ കാലഘട്ടത്തിലും ഈശ്വരൻ അങ്ങനെയുള്ളവരെ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമസ്കാരം. ആകസ്മികമായി പെട്ടെന്ന് കിട്ടിയ ഈ അപൂർവ അവസരത്തിന് നന്ദി പറയുന്നു. ഞാൻ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറെ വളരെ എൻ്റെ ഗുരുതുല്യനായിട്ടാണ് കരുതുന്നത്. ആദ്യമായി ഞാൻ ആരെന്നൊന്നും പറയുന്നത്, ഞാൻ പാലക്കാട് ജില്ലക്കാരനാണ്. മംഗലാപുരത്ത് നിന്നാണ് പഠിച്ചത്. 6 അന്താരാഷ്ട്ര അതോറിറ്റിയുടെ തലവനായി അനവധി യൂണിവേഴ്സിറ്റിയിൽ ന്യൂറോ സയന്റിസ്റ്റായി പ്രവർത്തിക്കുന്നു.
ഞാനിവിടെ വരാൻ കാരണം ഞാൻ ഡോക്ടർ എ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ആത്മീയതയുടെ സയൻസ് അത് അദ്ദേഹമാണ് പഠിപ്പിച്ചത്. 2019 അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഈ ബാലകൃഷ്ണൻ സാറിൻ്റെ പത്നിക്ക് രോഗവും അപൂർവ ഇത് ചികിത്സിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അദ്ദേഹം എന്നെ ക്ഷണിച്ചു തിരുവനന്തപുരത്തേക്ക്. പിറ്റേ ദിവസം 9 മണിക്ക് ഡോക്ടർ വീട്ടിലെത്തണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഗോപാലകൃഷ്ണൻ സാർ അർജന്റായിട്ട് എനിക്ക് കൊല്ലത്ത് ഒരു പ്രഭാഷണമുണ്ട്, ഡോക്ടർ വേറൊരു ദിവസം വരുമെന്ന് പറഞ്ഞു. എനിക്ക് ഗോപാലകൃഷ്ണൻ സാറുടെ എൻ്റെ ജോലി തിരക്ക് മിനിറ്റുകൾ പ്രഷ്യസ് ആയതുകൊണ്ട് പിന്നെ ചികിത്സിക്കാൻ പോകാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ രക്ഷപ്പെടുത്താൻ എനിക്ക് പറ്റിയില്ല. ഈ പറയുന്ന ഗോപാലകൃഷ്ണൻ സാറെ രക്ഷപ്പെടുത്താൻ എനിക്ക് പറ്റിയില്ല. അതിൽ വളരെ ദുഃഖമുണ്ട്. കാരണം ഞങ്ങൾ അനവധി മാറാരോഗങ്ങളിൽ ഗവേഷണം നടത്തുന്നവരാണ്, അപൂർവ രോഗങ്ങൾ. ഇതിൽ അധികമായാൽ അമൃതം വിഷം, അത് ആത്മീയതയായാലും എന്തായാലും. അപ്പോൾ ഇവിടെ വന്നതിൽ വളരെ സന്തോഷം. ഒന്ന്, എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, മരുന്ന്. ഗോപാലകൃഷ്ണൻ സാറാണ് ഞങ്ങളെ പോലുള്ള അലോപ്പതി ഡോക്ടർമാരൊക്കെ കള്ളന്മാരാണെന്ന് ആദ്യമായിട്ട് പറഞ്ഞൊരു പുസ്തകം. ഇത് ദിവസം 2 തവണ ഞാൻ വായിക്കും. കാരണം 8 ബിരുദങ്ങളും 3 ഡോക്ടറേറ്റ് എനിക്ക് അലോപ്പതിയിലാണ്. 34 ബിരുദം വാങ്ങിയിട്ടുണ്ട്. ഒരു പറയാൻ പേരാണ്. ഞാൻ പ്രശസ്തനൊന്നുമില്ല, കാരണം പ്രശസ്തിക്ക് പോകാനില്ല. കാരണം ഞങ്ങൾക്ക് പബ്ലിസിറ്റി പറ്റില്ല, അഡ്വർടൈസ്മെന്റ് പറ്റാത്ത പ്രൊഫഷനാണ് ഞങ്ങളുടെ. അപ്പോൾ കാശുണ്ടാക്കാൻ മാർക്കറ്റിംഗും പറ്റില്ല. അപ്പോൾ മരുന്നുള്ള ചികിത്സയും വശവും അലോപ്പതി ഡോക്ടർമാരൊക്കെ മിക്കവരും ചെയ്യുന്നത് 180 പേര് വ്യാജന്മാരാണ്. ഭാരതത്തിൽ ഒരു ആധികാരിക ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് പറയട്ടെ, ഭാരതത്തിൽ ലോകത്തെ വ്യാജന്മാർ ഏറ്റവും കൂടുതലുള്ളത് എല്ലാ രംഗത്തും ഭാരതത്തിലാണ്. ഒരു അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിലും IHR അനവധി അന്താരാഷ്ട്ര അതോറിറ്റി ഹെഡാണ്. അപ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അലോപ്പതി ഡോക്ടർമാരിലെ ധാർമ്മികതയുള്ള ഉത്തമരായ ഡോക്ടർമാരെ അതൊരു പുസ്തകം, ഇത് ദിവസം 2 തവണയെങ്കിലും ഞാൻ വായിക്കും. ഞാനൊരു നല്ല ഡോക്ടറാണ്. കാരണം ഇത് വായിച്ചിട്ട് എനിക്ക് ഞാൻ സ്വയം പാശ്ചാത്താപത്തില്. കാരണം അനവധി ബ്ലഡ് ടെസ്റ്റുകളും പുസ്തകങ്ങളും കുടച്ചക്രമൊക്കെ എഴുതി രോഗികൾക്ക് ഒരു മരുന്ന് കൊടുത്ത് 6 രോഗം ഉണ്ടാക്കുന്നവളാണ് ഇപ്പോഴത്തെ അലോപ്പതി ഡോക്ടർമാർ, ഞാനടക്കം. ഇതിൽ അനവധി ദുഃഖം എനിക്കുണ്ട്. അദ്ദേഹത്തിന്റെ തിരിച്ചറിവാണ് ദൈവികത. ഞാൻ പ്രകൃതിയാണ് ദൈവം 35 കൊല്ലം പഠിച്ച ആളാണ്. ഞാൻ അമ്പലത്തിലും പള്ളിയിലൊന്നും പോകില്ല. എനിക്ക് നാച്ചുറൽ പ്രകൃതിയെ പറ്റി മാത്രം. അപ്പൊ ഈ ഗോപാലകൃഷ്ണൻ സാറുടെ പ്രചോദനത്തിലാണ് ഞാൻ MS റിസർച്ച് ഇൻ മെഡിറ്റേഷൻ, ഈ സ്പിരിച്വാലിറ്റിയിൽ PhD, 6 ഡോക്ടറേറ്റ് ഒക്കെ കയ്യിൽ വേണമെന്ന്. അതിൽ ഒരു PhD ഈ അതിന് പ്രചോദനം ഗോപാലകൃഷ്ണൻ സാറാണ്. എത്ര വലിയവനാണെങ്കിലും മനസ്സമാധാനമില്ല, ആത്മീയതയില്ല, മനസ്സിന് ധൈര്യമില്ല. ഞാൻ പഠിക്കുന്നത് സൈക്കോസൊമാറ്റിക് ഡിസീസിനെ പറ്റിയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ രോഗങ്ങളുടെയും മൂല കാരണം മനസ്സാണ്. മനസ്സ് തളർന്നാൽ യുദ്ധം തോൽക്കും. അപ്പോ നിങ്ങൾ മനക്കരുത്തുള്ളവരില്ലെങ്കിൽ മനഃശാന്തി, ലോക സമാധാന സംഘടനയുടെ ഏഷ്യൻ രാജ്യങ്ങളിൽ അപ്പൊ സമാധാനമാണ് അപ്പൊ എൻ്റെ കയ്യിൽ. പക്ഷേ ഈ സമാധാനം ഈ കാലഘട്ടത്തിൽ വിലക്കൊള്ളില്ല. എല്ലാവരും വാള് പുറത്തിട്ടില്ല. ഇതെന്ത് സമാധാനം? നമ്മൾ പറഞ്ഞ ലോകം മുഴുവൻ യുദ്ധമാണ്, തിരിച്ചറിവില്ലാതെ കുഴപ്പം. അപ്പോ ഈ 2 ആത്മീയതയെ പറ്റി ആഴത്തിൽ പഠിക്കാൻ പ്രചോദനം നൽകിയത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഹുസൂരി യൂണിവേഴ്സിറ്റിക്ക് പറഞ്ഞെത്തിയത്. ബഹുമാനപ്പെട്ട ടെലികോമിലെ പറ്റി എനിക്ക് വളരെ ആദരവ് തോന്നിയ അദ്ദേഹം ക്ഷണിച്ചപ്പോൾ എനിക്ക് ഇവിടെ വരാൻ തോന്നി. അപ്പോ എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളത്, ഈ ആത്മീയതയുടെ സയൻസ് അത് ഏറ്റവും ആധികാരികമായി പഠിച്ചത് ഗോപാലകൃഷ്ണൻ സാറാണ്. അപ്പോൾ ഞാൻ കുറച്ചൊരു മെഡിക്കൽ ടോപ്പിക്ക് കൂടി പറയുകയാണ്. ഇവിടെ എൻ്റെ മുമ്പിൽ വന്നൊരു ന്യൂറോ സയന്റിസ്റ്റ് എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇദ്ദേഹത്തിൻ്റെ ഒക്കെ പ്രശ്നം, ഞാനൊരു പോഷണ ചികിത്സാ വിദഗ്ധനാണ്. മറ്റ് ഡോക്ടർമാർ മരുന്ന് കൊടുക്കുമ്പോൾ ഞങ്ങൾ പോഷണമാണ് കൊടുക്കുന്നത്. അതിൽ ഏറ്റവും വലിയ പോഷണമാണ്. എനിക്കൊരു അവസരം കാണും, പാലക്കാട്ടുകാരെ ക്ലാസ് എടുക്കാൻ എന്നെ പോലുള്ളവരൊന്നും ആരും വിളിക്കാറില്ല, ഞങ്ങൾ പോകാറില്ല. കാരണം ഞങ്ങൾ പണം വാങ്ങാറില്ല എവിടെ. അപ്പോ ഈ പോഷണം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പോഷണമാണ് വാത്സല്യം, 2 സ്നേഹം, 3 കരുതൽ, 4 സൂര്യപ്രകാശം, 5 ഉറക്കം. ഇതിന് ഏറ്റവും വലിയ പോഷണമാണ് മരക്കരുത്. ഇത് പോയാൽ ഒക്കെ പോയി. അപ്പോ പിന്നെയാണ് ഈ മരുന്നും മാത്രം ഞങ്ങൾ ഉണ്ടാക്കുന്ന കെമിക്കലും ആയുർവേദിക്കൽസും ഒക്കെ. അദ്ദേഹത്തിന്റെ ഭാഷ പറഞ്ഞ പറ്റിക്കലാണ് ഡോക്ടർമാർ. ഗോപാലകൃഷ്ണൻ സാറിന്റെ വാക്കിൽ പുസ്തകം ഞാൻ നിങ്ങൾക്ക് തരാം, നല്ല രസ. അലോപ്പതിക്കാരെ കുറിച്ച് ജീവിച്ചിരുന്നില്ലായിരുന്നു. അത് ഞാൻ പണ്ടേ എനിക്ക് ദിവസം ഉറക്കില്ല അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചില്ല. അത് ഈ മനസാക്ഷി മരിച്ച ഈ ലോകത്ത് ഗോപാലകൃഷ്ണൻ സാറെ പോലെ എത്ര ഗോപാലകൃഷ്ണൻ സാറ് ജനിച്ചാലും ഈ രാജ്യം നന്നാവുമെന്ന് അറിയില്ല. അത്ര മനസാക്ഷി നമ്മുടെ രാജ്യത്ത് മരിക്കും. അപ്പോ ഈ സെല്ലില്
ഇപ്പോൾ ഒരു മനുഷ്യന്റെ ആയുസ് 140. അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ മരിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ ഈ പഴക്കം വച്ചില്ല. ഞാൻ അന്ന് ആ ചികിത്സയ്ക്ക് പോയിരുന്നെങ്കിൽ ഈ രണ്ടുപേരെ എനിക്ക്, ഞാൻ ആ പാശ്ചാത്താപത്തിലാണ്, ഈ രണ്ടുപേരെ എനിക്ക് ഇദ്ദേഹത്തിന്റെ ഭാര്യയെ രക്ഷപ്പെടുത്താൻ ഗോപാലകൃഷ്ണൻ. കാരണം അദ്ദേഹത്തിന് അന്ന് കൊല്ലത്ത് ആത്മീയ ക്ലാസ് എടുക്കാൻ പോകും. അപ്പോൾ എന്നോട് ഒരാഴ്ച കഴിഞ്ഞ് വിജയം ചോദിച്ചു, തിരക്കുകളിൽ എനിക്ക് തിരുവനന്തപുരത്തേക്ക് സ്ഥിരം പോകാൻ പറ്റും. അപ്പോൾ ഈ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കോശങ്ങളിൽ മൈറ്റോകോൺട്രിയൽ ഫംഗ്ഷൻ ഉണ്ട്. അതിന്റെ എൻസൈമാറ്റിക്കൽ റിയാക്ഷൻ ഞാൻ റിസർച്ച് നടത്തുന്നതാണ്. നിങ്ങളോട് ആയുഷ കാരണം പ്രഭാഷണം കുറയ്ക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആത്മീയത ഞാൻ ഈ മെഡിക്കൽ സയൻസ് ഒന്നും പഠിപ്പിക്കില്ല. അപ്പോൾ എന്തായാലും ആയുസ് കൂട്ടാൻ നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങൾ ആണ് നമ്മുടെ ആയുസിനെ നിയന്ത്രിക്കുന്നതെന്നും ഓരോ കോശങ്ങളും. അപ്പോൾ അതിന് വേണ്ട പോഷണം, ആ ന്യൂട്രിയൻസ് കിട്ടിയില്ലെങ്കിൽ ഈ എൻസൈമാറ്റിക്കൽ റിയാക്ഷൻ നടക്കില്ല, മാഗ്നീഷ്യം കിട്ടുക. അപ്പോൾ നിങ്ങൾ ഈ കാരണം വഴുതനയ്ക്ക് പകരം വയ്ക്കാൻ കുമ്പളങ്ങയ്ക്ക് പറ്റില്ല, മട്ടന് പകരം വയ്ക്കാൻ പടവലയ്ക്ക് പറ്റില്ല. ഓരോരുത്തരും യുണീക് പേഴ്സണാലിറ്റിയിലാണ്. അപ്പോൾ ഈ സ്റ്റേജിലിരിക്കുന്നവരൊക്കെ ഇവരൊക്കെ പെട്ടെന്ന് മരണപ്പെട്ട അതിന് പകരം വയ്ക്കാൻ വേറെ ആളില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ പോഷണ ചികിത്സാ വിദഗ്ധ എന്നുള്ള നിലയിൽ കൃത്യമായി പോഷണമൊക്കെ കഴിച്ച് നിങ്ങൾ എല്ലാവരും ഒരു 140 കൊല്ലം ആയുസോടുകൂടി ഇരുന്നാൽ വേണ്ടത്ര ഈ ഭൂമിയിൽ ഇൻവെലിബിൾ സിഗ്നേച്ചർ ഉണ്ടാക്കി നിങ്ങളെ ആത്മീയത എന്ന് പറഞ്ഞാൽ ഗോപാലകൃഷ്ണൻ സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ തിരിച്ചറിവാണ്. അതുപോലെ എല്ലാവരും ജ്ഞാനമല്ല വേണ്ടത്, പ്രജ്ഞാനമാണ് വേണ്ടത്. അതുപോലെ എല്ലാവർക്കും തിരിച്ചറിവ് വേണം. അപ്പൊ എല്ലാവർക്കും കാരുണ്യമാണ്. ഏറ്റവും വലിയ ഒരാളുടെ വലിപ്പം നിർണ്ണയിക്കുന്നത് കാരുണ്യമാണ്. അപ്പൊ ഇതൊക്കെ പറഞ്ഞ് ഞാൻ ഈ പ്രഭാഷണം ഞാൻ വലിയൊരു ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ ആള് കമ്മിയിൽ ഒരുപാട് പേർക്ക് പറഞ്ഞോട് നിർത്താനും പറഞ്ഞു. സന്തോഷം. ചെറുപ്പത്തിൽ മുതൽ സ്വയംസേവകരാണ്. ഭാരതീയ വിചാര കേന്ദ്രം എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിൽ പോഷിപ്പിച്ച അദ്ദേഹം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രഭാഷണങ്ങൾക്ക് നൽകി പോവുകയാണ് ചെയ്തത്. ഒരു തരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളെല്ലാം എല്ലാവരും നല്ലതാണെന്ന് പറയുന്നു. അനുസ്മരണത്തിന് എല്ലാവരും വന്ന് നേരെ ഇരുന്ന് തരുന്നുണ്ട്. സത്യങ്ങളെ, ആധ്യാത്മികതയുടെ ശാസ്ത്ര സത്യങ്ങളെ യുവജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ സംബന്ധിച്ചിട്ടുള്ള അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന മറ്റൊരു മഹാത്മാവുണ്ടോ എന്ന സംശയമാണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ അദ്ദേഹത്തെ അറിഞ്ഞവരുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അദ്ദേഹം എന്റെ ഗോപാലകൃഷ്ണനാണ്, എൻ ഗോപാലകൃഷ്ണൻ എന്നുള്ള ആ ഒരു അർത്ഥതലത്തിലേക്ക് അതിനെ മാറ്റിയെടുത്തുകൊണ്ട് തലമുറകളിലേക്ക് അദ്ദേഹത്തിന് ഈ നന്മകൾ പകർന്നു കൊടുക്കുവാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനം നടത്തുവാൻ ചില സുഹൃത്തുക്കൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എഴുപത്തിയേഴിലുള്ള ആ സ്ഥാപനത്തിൽ പോവുകയും അദ്ദേഹത്തിന്റെ ഒരു നിരാശകരമായ വാക്കുകൾ എന്നോട് പറയുകയുണ്ടായി. കാരണം ഏതൊരു അർത്ഥത്തിലാണോ അതിനെ വിഭാവനം ചെയ്യുന്നത് ആ തരത്തിലേക്കുള്ള ഒരു സജീവമായ സക്രിയമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ള ഒരു വേദന ഒരു സുഹൃത്ത് പങ്കുവച്ചു. നമ്മുടെ പ്രിയങ്കരനായ ഗോപാലകൃഷ്ണന്റെ സന്ദേശം എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ പ്രഭാഷണവും അദ്ദേഹം നമുക്ക് കാണിക്കുന്ന മാർഗനിർദ്ദേശങ്ങളും അതുമാണ് നമ്മുടെ മുന്നിലുള്ള വഴികാട്ടി. നമ്മളെല്ലാവരും ഈ പറയുന്ന മാതിരി ഒരു ദിവസം മാത്രം അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ടിരുന്നാൽ പോലെ 365 ദിവസവും അദ്ദേഹം പറഞ്ഞു തന്ന സമൂഹത്തിന്റെ ഉന്നമനത്തിനായുള്ള സാമൂഹിക സേവനത്തിന് ഡോക്ടറേറ്റ് ബഹുമാനം നൽകി ആദരിച്ചു. വിനയപൂർവ്വം ക്ഷണിക്കുന്നു.